വിസ്മയമാണ് വിഴിഞ്ഞം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്നത്തെ ജെൻസി കുട്ടികൾ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആ തലമുറയുടെ മുൻപിലേക്കാണ് ഈ തൊഴിലവസരങ്ങൾ എത്താൻ പോകുന്നത്. നിർമ്മൻ, ഇവിടെ പ്രധാനമായും കുറച്ച് മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്നലെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. വിഴിഞ്ഞത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വിഴിഞ്ഞം ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഈ പദ്ധതിക്ക് എന്ത് തന്നു എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നൊരു സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക അസിസ്റ്റൻസ് ആണ്. രാജ്യത്ത് മറ്റെല്ലായിടത്തും അത് ഗ്രാൻഡായി കൊടുത്തപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിന് അത് വായ്പയായി നൽകി നമ്മളെ ദ്രോഹിച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത്. 817 കോടി നമുക്ക് തന്നത് വായ്പയായിട്ടാണ്. എന്നിട്ടാണ് വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ, കോൺഗ്രസിന്റെ അവകാശവാദം, കല്ലിട്ടത് ഞങ്ങളാണ് കരാർ ഒപ്പിട്ടത് എന്നെല്ലാം പറഞ്ഞ് അവർ സമഗ്രമായ പ്രചരണത്തിൽ തന്നെയായിരുന്നല്ലോ. ആ കരാർ എങ്ങനെയായിരുന്നു നിർമ്മൻ? ആ കരാർ അനുസരിച്ചാണെങ്കിൽ 2045 ഈ തുറമുഖത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം പൂർത്തിയാവുകയുള്ളൂ. പക്ഷേ അവർ ഒപ്പിട്ട കരാർ പിണറായി വിജയൻ സർക്കാർ മാറ്റിയെഴുതിയത് കൊണ്ടല്ലേ ഈ 2028 ഈ പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. തീർച്ചയായും മനു, അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, കേന്ദ്രത്തിൻ്റെ സഹായം ഏത് അളവിലായിരുന്നു എന്ന കാര്യം. അത് എല്ലാ വൻകിട പദ്ധതികൾ മാത്രമല്ല, കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പോലും നൽകേണ്ട തുക കേന്ദ്രം നൽകിയിട്ടില്ല. വിഴിഞ്ഞത്തിൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയും BJPയും കേന്ദ്ര സർക്കാരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർ നൽകിയത് എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായി മനു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഗ്രാൻഡായി അനുവദിക്കേണ്ട തുക പലിശ നൽകുന്ന തിരിച്ചടയ്ക്കേണ്ട തുകയായി മാറ്റുന്നു. അത് തന്നെ വലിയ ബാധ്യതയിലേക്ക്, നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതമായി, സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഹിതം പലിശയായി കേന്ദ്രത്തിന് അടയ്ക്കണം. അത് തന്നെ നമുക്ക് കേരളത്തിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഇതിൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം തുകയും ലഭിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതിൻ്റെ പൂർണ്ണമായ ഏറ്റവും കൂടുതൽ വരുമാനത്തിൻ്റെ ഭാഗം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അത്തരമൊരു പ്രോജക്റ്റ് സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഇത്തരം കാര്യങ്ങൾക്ക് നൽകിയ മാനദണ്ഡങ്ങൾ പോലും കേരളത്തിനോട് ആ ദേവ് പോലും കാട്ടിയില്ല. അത് അർഹമായ ആനുകൂല്യമാണ്. അക്കാര്യങ്ങൾ പോലും നിബന്ധന വച്ച് പലിശയോടുകൂടി തിരിച്ചടയ്ക്കേണ്ട വായ്പയാക്കി കേന്ദ്രത്തിൻ്റെ സഹായം കേന്ദ്ര സർക്കാർ മാറ്റി എന്നതാണ്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ അത് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് ആ തുക പോലും കിട്ടാതെയാകുമെന്നതുകൊണ്ട് ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മറ്റൊന്ന്, ഇത് വിഴിഞ്ഞത്തിൻ്റെ പ്രതിത്വം സംബന്ധിച്ച്, വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസും UDFും ഒക്കെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിട്ടു എന്നതല്ലാതെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 100% പ്രവർത്തനങ്ങളും ഏത് സർക്കാരാണ് നടപ്പിലാക്കിയത്? ഒരു കാര്യം കൂടി മനു, ഇത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഇല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന കാര്യം അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാമല്ലോ. കാരണം തറക്കല്ലിടുക മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. അന്നത്തെ കരാറിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം 2045 പദ്ധതി പൂർത്തിയാക്കാൻ അന്നത്തെ കരാർ പറഞ്ഞത്. പക്ഷേ ആ കരാർ തിരുത്തി ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ കരാറിലെ മാനദണ്ഡങ്ങൾ തിരുത്തുകയും 2028 തന്നെ പദ്ധതി പൂർത്തിയാക്കുകയും എന്ന കരാറിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ പദ്ധതി വേഗം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം നേരത്തെ കമ്പനി നൽകേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കരാറിലെ ഏറ്റവും ഒരു സംസ്ഥാനത്തിന് എതിരായിട്ടുള്ളൊരു വ്യവസ്ഥയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്ന്, വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കണം. വിഴിഞ്ഞത്തിൻ്റെ പുനരധിവാസ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം, ഒപ്പം തന്നെ അവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം, വിവിധ തരത്തിൽ തൊഴിൽ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ചുമതല, ഈ പുനരധിവാസ പദ്ധതികൾ, ഇത്തരം ഈ പദ്ധതികളെ സംബന്ധിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പ്രോജക്റ്റാണ് സംസ്ഥാന സർക്കാർ മുടക്കേണ്ട തുകയുണ്ട്. അത് സമയബന്ധിതമായി ഈ പ്രദേശത്തെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനായത്. അത് സംബന്ധിച്ചാണ് ഇടയ്ക്ക് വലിയ തരത്തിലുള്ള സമരമുണ്ടായിരുന്നു. ആ സമരഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷവും BJPയും എടുത്ത സമീപനം എന്തായിരുന്നു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമരഘട്ടത്തിൽ
പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്നത്തെ KPCC അധ്യക്ഷനും മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K മുരളീധരൻ അടക്കം വിഴിഞ്ഞം പ്രോജക്റ്റ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിലെ UDF നേതാക്കളോട്, കോൺഗ്രസ് നേതാക്കളോട് പഴയ വീഡിയോ, കൈരളി മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും ലൈബ്രറിയിൽ ആ വീഡിയോ ഉണ്ട്. അതിൽ K മുരളീധരനും KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനും വി ഡി സതീശൻ വിഴിഞ്ഞത്തെത്തി സമരക്കാരുമായി നടത്തിയ പ്രസംഗത്തിലൊക്കെ തന്നെ ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ MLA ആയിട്ടുള്ള വിൻസെന്റ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ചു. അടിയന്തര പ്രമേയത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം അവിടെ ഉന്നയിച്ചു. അങ്ങനെ പ്രോജക്റ്റ് നിർത്തിവെക്കാൻ, അട്ടിമറിക്കാൻ വേണ്ട ശ്രമം നടത്തിയ UDFും കോൺഗ്രസും തന്നെയാണ് ഇപ്പോൾ അത് പദ്ധതിയുമായി ബന്ധപ്പെട്ട, അവകാശവാദവുമായി ബന്ധപ്പെട്ട പ്രചരണമായി രംഗത്ത് വരുന്നത്. പക്ഷേ രണ്ടും ജനങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യം വസ്തുതാപരമാണ്. അത് ജനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഇതിനിടയ്ക്ക് വന്ന കാലാവസ്ഥാ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഓഖി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കല്ല് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കല്ല് എത്തിക്കുന്നതിന് വേണ്ടി, ഈ കടൽ നികത്തി പുലിമുട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ല് ആവശ്യത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഇടതു സർക്കാർ വ്യക്തമായി ഇടപെട്ടു. മുഖ്യമന്ത്രിയും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ തുടർച്ചയായി ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചവരൊക്കെ തന്നെ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനുള്ള ചിട്ടയായ പ്രവർത്തനം നടത്തി, ഹോംവർക്ക് നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂടി ഫലമാണ് ഇച്ഛാശക്തിയോടുകൂടി ഒരു സർക്കാർ, ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു സർക്കാർ ഒരു വൻകിട പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നിരുന്നാലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കൃത്യമായ നിലപാട് കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അവകാശവാദങ്ങൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നാലും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് നൽകിയത് എന്ന കാര്യം കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. UDFിൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ച് അന്ന് വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ നേതാക്കൾ എടുത്ത നിലപാടും കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതും സ്വാഭാവികമായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, പത്രങ്ങൾ, പ്രിന്റ് മീഡിയ ആകട്ടെ വിഷ്വൽ മീഡിയ ആകട്ടെ എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട്. രണ്ടും പരിശോധിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് നിർവഹിക്കുന്നു എന്നതാണ്. ഈ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. മനു, ശരി, ഏതായാലും ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ സാക്ഷിയാകാൻ വേണ്ടി പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ അതിൽ 3ഉം 4ഉം ഘട്ടങ്ങൾ ഒരുമിച്ച് ഇതിന്റെ കൂടെ തന്നെ പൂർത്തിയാകും. അങ്ങനെയാണ് 2028 ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായ തോതിൽ പ്രവർത്തന സജ്ജമാവുക. ഇപ്പോൾ ആദ്യഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. ഈ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയായി കഴിയുമ്പോൾ ഒരേ സമയം 5ഓളം മദർഷിപ്പുകൾക്ക്, അതായത് വമ്പൻ കപ്പലുകൾക്ക് ഒരുമിച്ച് നങ്കൂരമിടാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു വമ്പൻ കപ്പലിനും 2 ഫീഡർ വെസലുകൾ, അതായത് ചെറിയ കപ്പലുകൾക്കുമാണ് ഇപ്പോൾ നങ്കൂരമിടാൻ കഴിയുക. പക്ഷേ ഇതിന്റെ മുഴുവൻ പൂർത്തിയായി കഴിയുമ്പോൾ ഒരേ സമയം 5 വമ്പൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത് മറ്റൊന്നുമല്ല, 399 മീറ്ററിലധികം നീളമുള്ള കപ്പലുകൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ നീളമുള്ളത് 400 മീറ്റർ നീളമുള്ള ആ കപ്പലിന്റെ പേര് ഞാൻ മറന്നു വരുന്നു. ആ കപ്പലിന്റെ പേര് MSC ഐറീന എന്നാണ്. ആ കപ്പലടക്കം നമ്മുടെ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. 399 മീറ്ററിലധികം നീളമുള്ള 41 കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആഴമുള്ള 17.1 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC വെറോണ എന്ന് പറയുന്ന കപ്പലും വിഴിഞ്ഞത്ത് ചരക്കിറക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ ഷാങ്ഹായി, ഒപ്പം തന്നെ ദുബായ് പോലുള്ള ഇടങ്ങൾ, അവിടങ്ങളിലൊക്കെ മാത്രം വരാറുള്ള കപ്പലുകളാണ് വിഴിഞ്ഞത്തേക്ക് വന്നു പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഴം എത്രമാത്രമാണ്, ഈ പദ്ധതിയുടെ ഒരു വ്യാപ്തി എത്രമാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതായാലും അത് മുടക്കാൻ ശ്രമിച്ചവരും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവരും ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ മുന്നിലുണ്ട് എന്നതിലും തർക്കങ്ങളൊന്നുമില്ല. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും കല്ലിട്ടാൽ പോരല്ലോ, പദ്ധതി യാഥാർത്ഥ്യമാക്കണമല്ലോ. അതിനൊരു നിശ്ചയദാർഢ്യം വേണം. അതാണ് നമുക്ക് 1ഉം 2ഉം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് 2028 ഈ പദ്ധതി പൂർത്തിയാകുന്ന തരത്തിലേക്ക് അതിന്റെ കരാറടക്കം മാറ്റുകയും ചെയ്യുന്നത്.